എന്താണ് ബ്രോ പ്രശ്നം? എന്താ എന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തീർത്തും. ഇത് ഇട്ടാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ അന്നാ പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവിടും. എന്നാ പിന്നെ കൊണ്ടുവിടും. ഇവിടെ നിങ്ങൾ സംസാരിക്കാൻ ഇത് നിങ്ങൾ രാവിലെ നിന്ന് എടാ ഞാൻ കഴിക്കും, ഞാൻ കുടിക്കും, ഞാൻ വരും. നിനക്ക് എന്തോടാ? പിന്നെന്താ? ഞാൻ ഉണ്ടാക്കും. നീ ആരാടാ? അടിക്കണോ? നിനക്കെന്നെ അടിക്കണോ? പിന്നെന്തോ? ഹായ് ഹലോ നമസ്കാരം. ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആങ്കർ വ്ളോഗ് എത്തി നിൽക്കുന്നത് കാര്യം ഞാൻ എൻ്റെ പേജ് ഒരാളെ ഹാക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ കുറേ വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 വീഡിയോസ് നിരന്തരമായിട്ട് ഇടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. എൻ്റെ പാർട്ണറായിട്ടുള്ള അനീഷയും ഒപ്പം എന്നോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും അവളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് കുറേ നല്ല സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അനീഷ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വർക്കല പെരുങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഗ്രീൻ പെപ്പർ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഞാനൊരു എന്താണ് റെസ്റ്റോറൻറ്റ് ഞാൻ പറയുന്നില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലാണുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ടേബിളിനകത്ത് കുറേ അധികം ഡിഷസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇവിടുത്തെ ആംബിയൻസ് നിങ്ങൾക്കായിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് പോവാം. കാര്യം എൻ്റെ ബാക്കിൽ കുറേ കോക്ടെയിൽസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് മാത്രമല്ല ഇവിടെ അകത്ത് ചെയ്തിരിക്കുന്നത് നല്ല കുറേ ഗ്ലാസസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ ആദ്യം കയറുമ്പോൾ തന്നെ നല്ല വൈബ്രൻ്റ് ആണ്. കാര്യം വർക്കലയിൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയില്ല. അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എൻ്റെ പേജിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ ഗ്രീൻ പെപ്പറിൽ എൻ്റെ അടുത്ത് ഇടത്തും വലത്തും നിൽക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സായിട്ടുള്ള എൻ്റെ ഏറ്റവും ചങ്കായിട്ടുള്ള രാഹുൽ. അപ്പോൾ രാഹുലിൻ്റെ ചിറ്റപ്പൻ, എൻ്റെ ചിറ്റപ്പൻ അല്ലേ? പേര് പറയാട്ടോ. എൻ്റെ ബിച്ചു. ചേട്ടൻ പുറത്തല്ലായിരുന്നോ? ഞാൻ പുറത്തായിരുന്നു. ഇത്രയും നല്ല സ്ഥലം, നല്ല മിനി ഗോവയൊക്കെ ഇട്ടിട്ടേ നിങ്ങൾ എന്തിന് പുറത്ത് പോയി? ഉഗ്രം പ്ലേസ് അളയാ ഉഗ്രം പ്ലേസ് കേട്ടോ. ഇത് അളയാ നമ്മൾ ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ആൾക്കാരിൽ വേണം. കാര്യം ഇവിടെ എല്ലാവർക്കും സൈലൻറ്റ് പ്ലേസാണ് വേണ്ടത്. ഉഗ്രൻ സൈലൻറ്റ് പ്ലേസാണ്. ഇത് മാത്രമല്ല മേളിലുണ്ട് ഒരു 120-130 പേർക്ക് സുഖമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ചെറിയൊരു എന്താ പറയുക ഒരു പാർട്ടി മീൻസ് ഒരു എൻഗേജ്മെൻറ്റ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇതൊക്കെ നടത്തിക്കൂടെ? രാവിലെ ഇതിൻ്റെ കൺസെപ്റ്റ് ആരായിരുന്നടാ? ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് പറയുന്നത് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേ ആറായിരുന്നു ഒരു ഐഡിയ. എന്റെ ചേട്ടൻ ചിറ്റപ്പൻ, എന്റെ ചേട്ടൻ കൂട്ടൻ, എന്റെ അനിയൻ ചിക്കു, നമ്മള് 4 പേരുള്ള ചിക്കു പുറത്ത് അല്ലേ? അവൻ ജർമ്മനിലാണ്. അവനാണ് ഫുള്ള് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മള് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറും കൂടെ ആട്ടെ. ഇവിടെ വേറൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇന്ന് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാ ചേട്ടാ? ഇന്ന് ഇവിടുത്തെ ഭക്ഷണമല്ല എല്ലാവർക്കും അറിയണ്ടോ? ഷെഫുണ്ടോ? ഷെഫയുടെ അപ്പോൾ ഷെഫിനെ വിളിക്കാം. അപ്പോൾ എൻ്റെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പേജ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറയലേ? ചെയ്യണം. ആങ്കർ വ്ളോഗ് ചെയ്യണം. അതുപോലെ നിങ്ങളെ വിലയേറിയ എന്താ പറയുക ഈ കമൻസ് ഇടണം. ഒപ്പം നമ്മൾ ഇതിൻ്റെ നമ്പറും കൂടെ കൊടുക്കുന്നതായിരിക്കും. ഒപ്പം ഗൂഗിൾ മാപ്പോടെ കൊടുക്കും നമ്മൾ ഇതിനകത്ത് തന്നെ. അപ്പോൾ നിങ്ങൾ ആരും ബുദ്ധിമുട്ടരുത് വരാനായിട്ട്. അപ്പോൾ ഗ്രീൻ പെപ്പറിലേക്ക് സ്വാഗതം അല്ലേ? സൂപ്പർ. അപ്പൊ ഞങ്ങള് ഫുഡിലേക്ക് പോട്ടെ. അപ്പൊ ഷെഫിനെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടാ പോട്ടെ. ഓക്കെ. അപ്പൊ ഷെഫാണ് അല്ലേ? പേര് സുമൻ. നമുക്കപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഭക്ഷണം റെഡിയാണോ? ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇന്ന് ഒരു സർപ്രൈസ് എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല. സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഐറ്റം എൻ്റെ മുന്നിൽ നിരത്തിയിട്ടുണ്ട്. പക്ഷേ വർക്കലയിൽ ഒരു റിസോർട്ടിലും കിട്ടാത്ത അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പെപ്പറിൻ്റെ കുറേ വിശേഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ കുറേ റെസിപ്പീസ് ആയിട്ടുള്ള കുറേ ഡിഷസ് കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കുറേ ചെറുപ്പക്കാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്കിത് കൊണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഷെഫിനെ കൂടെ നമുക്ക് വിളിച്ചിട്ട് നമുക്കിതിൻ്റെ പേരെന്താണെന്നറിയാം. ഷെഫ് എവിടെ? വരൂ. അപ്പോൾ എനിക്കറിയാം ഇത് മീൻ പൊള്ളിച്ചതുണ്ട്, അതുപോലെ കൊഞ്ച്, അതുപോലെ എന്താണ് കൊഞ്ച് 2 സൈസ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫിനകത്ത് 2 സോസ് ഇത് വെച്ചിട്ടുണ്ട്. 65 ഉണ്ട്. പിന്നെ എന്താണ് പിന്നെ പാസ്തയുണ്ട്. പിന്നെ അത് പന്നി. വാ പുറത്ത് വാ, ക്യാമറയിലേക്ക് തന്നെ വരാം. ഒരു കസേര എടുത്തോ.
സാധാരണ നമ്മൾ ഷെഫിനെ നിർത്തിയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ മോഡിൽ തന്നെ കഴിക്കാം അല്ലയോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയാം, എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നിന്നേ തുടങ്ങാം. നോർമൽ അതെല്ലായിടത്തും കിട്ടുന്നത് തന്നെ. ആ ഓക്കെ. സാൻഡ്വിച്ച്, ഒനിയൻ പക്കോട. ഒനിയൻ പക്കോട അതല്ലേ? ചിക്കൻ ഫ്രൈഡ് റൈസ്, ആ കാർബണോറ പാസ്ത. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് പോർക്കാണ്, പന്നി, ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ്, സീ ഫുഡ് പ്ലേറ്ററാണ്. ടൊമാറ്റോ സോസ് അല്ലേ? മഷ്റൂം സോസ്. അതിൻ്റെ കൂടെ ബ്രെഡ് ആഡ് ചെയ്യും അല്ലേ? പിന്നെ ഇത് സീ ഫുഡ് പ്ലേറ്ററാണ്. ഗോൾഡൻ ഫ്രൈ കലമാരി, കേരള സ്റ്റൈൽ പ്രൗൺസ് ഫ്രൈ. ഇത് ഗോൾഡൻ ഫ്രൈ കലമാരി. ഓക്കെ ഓക്കെ ഓക്കെ. ഫിഷ് പൊള്ളിച്ചത്. പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം അത് ചിക്കൻ 65 നോർമൽ. ബീഫ് സ്റ്റീക്കാണത്. സ്റ്റീക്ക്. ഓക്കെ ഓക്കെ. അതിനകത്ത് എന്തൊക്കെ സോസസ് ആണ് വരുന്നത്? അതിൽ സോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൊമാറ്റോ, ചില്ലി സോസ്, സോസ്, സോയ സോസ്, പിന്നെ ചില്ലി സോസ്, പിന്നെ പെപ്പർ, ലെമൺ, ബട്ടർ ആഡഡ്. എല്ലാം കൂടെ ആഡഡ് മിക്സ്ഡ് ആണ് എല്ലാം കൂടെ അല്ലേ? അതാണ് ആ കളർ അല്ലേ? പിന്നെ ചിക്കൻ പിസ്സയാണ് അത് നോർമൽ. ഇത് ഗ്രിൽഡ് ചിക്കനാണ്. ഇത് ഗ്രിൽഡ് ചിക്കൻ സാധാരണ ഇങ്ങനെയല്ലോ ഇരിക്കാറുള്ളത്. ഇത് തന്തൂരി അല്ല, ഇത് നമ്മുടെ സ്റ്റൈലാണ്, അതായത് നമ്മുടെ ഗ്രീൻ പെപ്പറിൻ്റെ സ്റ്റൈലാണോ അത്? ഇതിൻ്റെ കൂടെ എന്തൊക്കെ നമുക്ക് കഴിക്കാം? ബ്രെഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ നാൻ ബ്രെഡോ, പൊറോട്ട, ചപ്പാത്തി എന്താണ് കഴിക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഇത് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗ്രില്ല് കഴിച്ചിട്ടുള്ളത് ബ്ലാക്കിലാണ് ഇരിക്കുന്നത്. അത് ആ തൊലി ഫുള്ള് എന്താ കരിച്ച് വെച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് കറി പോലെ ഇരിക്കുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. ഇതിൻ്റെ കൂടെ എന്ത് ടേസ്റ്റ് ചെയ്യാൻ കാണും? റൈസ് ഓക്കെയാണ്. പക്ഷെ ഞാൻ അല്ലാതെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഗ്രിൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു വാ. ഇത് നമുക്ക് സർവ് ചെയ്യുന്ന അദ്ദേഹമാണ്. പേര് അശ്വിൻ. അശ്വിനെ കുറിച്ച് ഇവിടെ വന്ന് പറഞ്ഞത് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് രാവിലെ പറഞ്ഞാണോ? ഇല്ല, അങ്ങനെയല്ല. ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ തുടങ്ങുന്ന കപിൽ ദേവിൽ നിന്നാണ്. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ രോഹിത് ശർമ്മ. ശരി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഞാനിതാണ്ട് ഗ്രിൽഡ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാനത് വ്യത്യസ്തമായിട്ടുള്ള കളറ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിന് സ്പൈസിയാണ്, എന്നാൽ ആ ഗ്രില്ലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുരുമുളക്, ലെമൺ, ഗാർലിക് എല്ലാം കൂടെ മിക്സ്ഡാണ്. സൂപ്പറായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ചതാ സ്ലൈസ് ചെയ്തിട്ടുള്ള അല്ലേ ക്യാരറ്റ്. കൊള്ളാം. ഇതും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ചുമ്മാതെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഇതിനൂടെ ബ്രെഡ് ഐറ്റംസ് ഒന്നും വേണ്ട, ചുമ്മാ ടേസ്റ്റ് ചെയ്യാം. ഇത് നോക്കട്ടെ. ഇത് കുറച്ച് തിക്കാണല്ലേ കാര്യം? അത് അത്രയും സോസസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആവും അത് ഇതിലല്ലേ? ഇതിൽ ഡിപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് നിങ്ങൾക്കായിട്ട് കാണിക്കാം. രഞ്ജിത്തിന് വേണോടാ? കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, കിടിലായിട്ടും. കാര്യം ഇന്നത്തെ സോസും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. അപ്പോൾ ഇനി അടുത്ത പറഞ്ഞത് പക്കോട അല്ലേ? അതിൻ്റെ കൂടെയാണ്, അതിൻ്റെ കൂടെയും മയോണൈസാണ് ഉള്ളത്. അതിൻ്റെ കൂടെ സോസ് കെച്ചപ്പ് യൂസ് ചെയ്യാം അല്ലേ? ഇതോടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ഉള്ളിവട എന്ന് പറയും, പക്ഷേ ഇത് ഉള്ളിവടയല്ല ആണെങ്കിൽ പോലും ഇതിനകത്ത് ഇവരേതായിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഉള്ളിവട അല്ലെങ്കിൽ നമ്മുടെ ഈ ഒനിയൻ പക്കോട ഇത് നമ്മുടെ ഈ മയോണൈസിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മയോണൈസിൽ അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയില്ല. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രീൻ പെപ്പറിൽ തന്നെ വരിക. നമ്മുടെ പെരുങ്കുളം അല്ലേ? നമ്മുടെ വർക്കല പെരുങ്കുളം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കടൽ പ്രദേശമുള്ളത്. കാര്യം മുകളിലിരിക്കുന്നതിന് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അല്ലേ? നല്ല കാറ്റ്, ഓപ്പൺ പ്ലേസസ് ആണല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇനി അടുത്ത ഏതാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഏതാണ്? ഫിഷ് പൊള്ളിച്ചതല്ലേ? ഫിഷ് പൊള്ളിച്ച് ചെയ്താണ്. പിന്നെ ഇത് എഗ് നൂഡിലാണ്. എഗ് നൂഡിൽ ചിക്കൻ ഫ്രൈഡ് റൈസ്. സ്ട്രോങ് ആയിട്ട് സംസാരിക്കേ. അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. സ്ട്രോങ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കാശ് മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഓണർ എന്ത് ചെയ്യും? രാവിലെ
രാഹുൽ ശരി സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറയോ? ഇതൊക്കെ ആദ്യത്തെ ടൈമിലൊക്കെ ആ ഇച്ചിരി ബോൾഡായിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പേരൊന്നുകൂടെ പറഞ്ഞേ. സുമൻ. കുഴപ്പമില്ല, ഇച്ചിരി ബോൾഡായിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കഴിയും ബ്രോ, ഇപ്പോൾ കഴിയും. ശല്യമായോ? ഡിസ്റ്റർബൻസ് ആയോ? ഡിസ്റ്റർബൻസ് ആയോ? അല്ല നിങ്ങൾ സ്ഥിരം കഴിച്ചോ, ഞാനിപ്പോൾ നിർത്താം. ഫുഡിൻ്റെ അല്ല, ഞങ്ങൾ സംസാരിച്ചോട്ടെ. ഞങ്ങൾ വ്ളോഗ് ചെയ്യില്ലേ രാവിലെ? സംസാരിച്ചോണ്ടിരിക്കുമല്ലേ? അല്ല ഇതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. സോറി, ഡിസ്റ്റർബൻസ് ആയോ? ഇപ്പം തരും ഒരു 5 മിനിറ്റ് പ്ലീസ്. ഇതും കൂടെ തരുന്നാൽ തീർന്നു കേട്ടോ. 5 മിനിറ്റ്. കലിപ്പാണോ അവർ? കലിപ്പാണോ? കലിപ്പാണോ അവർ? സ്ട്രോങ് ആയിട്ട് നിൽക്കണം കേട്ടോ. ചോറൊക്കെ സംസാരിച്ചാൽ മതി. ഇനി അടുത്ത ഏതാ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്? ഓക്കെ. അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളീയർക്കൊക്കെ ഏറ്റവും, കേരളീയരെന്നല്ല നമ്മുടെ ഇന്ത്യയിൽ അല്ലേ, നോർത്തിൽ നിന്നൊക്കെ വരുന്നവർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫിഷ് ഐറ്റമാണ് ചൂസ് ചെയ്യുന്നത് അല്ലേ, കൂടുതലും കിട്ടാത്ത ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലെ ഫിഷ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് വാഴയിൽ പൊള്ളിച്ചെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യല്ലേ? അതിൽ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എടുത്തോ, ഓപ്പൺ ചെയ്തോ. പേരെന്തായിരുന്നു പറഞ്ഞാൽ? സുമൻ. ആ സുമൻ പേടിക്കണ്ട കേട്ടോ, അവർ കുഴപ്പമില്ലല്ലോ. രാഹുലിൻ്റെ ഫ്രണ്ടാണോ? ഇതെന്ത് മീനായത്? ബട്ടർ ഫിഷ് ആണല്ലേ. ഇതിനകത്ത് എന്തൊക്കെ ആടിയിട്ടുണ്ട്? മസാലാസ് മാത്രം. പക്ഷേ ടേസ്റ്റ് പിന്നെ ഇതിലൂടെ എനിക്കൊന്ന് ബെറ്റർ ചപ്പാത്തി, ഞാൻ പൊറോട്ട, റൈസൊക്കെ കഴിക്കാം അല്ലേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ദാ നല്ല ഉഗ്രൻ ഈ മസാലയെല്ലാം അങ്ങോട്ട് മുക്കിയിട്ട് അധികം സ്പൈസി അല്ല, പക്ഷെ നല്ല ഉള്ളിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതെന്താണെന്ന് പറഞ്ഞേ? ഗോൾഡൻ ഫ്രൈ കലമാരി അല്ലേ? മലയാളം പറയല്ലേ? മലയാളം അറിയത്തില്ലേ എൻ്റെ? അത് ശരി. ഈ ഗോൾഡൻ ഫ്രൈ കലമാരിയോ? എൻ്റെ മലയാളം എന്താ കേട്ടോ? മലയാളം ഇത് കണവയാണോ? കണവ. ആ അത് പറ. അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതാണ്? അല്ല ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചതാ. കണവയാണല്ലേ? ഓക്കെ. ആ കണവ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോർമലി ചുമ്മാ ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്യാം അല്ലേ? മയോണൈസിലും ഡിപ്പ് ചെയ്യാം. നമ്മുടെ കണവ. തേങ്ങ ഉണ്ടോ ഇതിനകത്ത്? എന്തൊക്കെയാണ് ഇരിക്കുന്നത്? സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തേടൊക്കെ കഴിയത്? സ്റ്റാർട്ടപ്പ് ആയിട്ടല്ലേ? അതായത് നമുക്ക് ആദ്യം വന്നിരിക്കുമ്പം ജസ്റ്റ് ഒന്ന് സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്ന സാധനമാണല്ലേ. ഇനി അടുത്ത ഇപ്പം കഴിയും. അല്ല നിങ്ങൾക്ക് ശല്യമില്ലല്ലോ, ഞങ്ങളിവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുമല്ലേ പ്രോ. നിങ്ങളവിടെ നിന്ന് കഴിച്ചോ, ഞങ്ങളിവിടെ നിന്ന് എടുക്കല്ലയോ. ഇത് എൻ്റെ വീഡിയോ എടുക്കുന്നത്, എനിക്ക് ലൗഡായിട്ട് സംസാരിക്കാൻ പറ്റൂ. അതിനെന്താ? അല്ല ഇത് എൻ്റെ പൊന്ന് ബ്രദർ, ഞാനത് വ്ളോഗ് എടുക്കാൻ വേണ്ടി, രാഹുലിൻ്റെ ഫ്രണ്ടാണ്, എടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്കിപ്പോൾ എന്താണ് പ്രോബ്ലം? നമ്മൾ മോശമായിട്ട് ഒരു മിനിറ്റ് നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? ഇവർക്ക് എന്തെങ്കിലും ശല്യം വന്നിട്ട് നിന്നോ? നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താണ് ബ്രോ പ്രശ്നം? ആ അതിനെന്താ? എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തീർത്തും. അത് നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചോ, അതിനിപ്പോൾ ഞാൻ എന്താ വേണം? ഒരു മിനിറ്റ് ആ വ്ളോഗ് എടുക്കുക. അതെന്റെ ഇഷ്ടം. അതെന്റെ ഇഷ്ടം. വ്ളോഗ് എടുക്കുന്നത് എൻ്റെ ഇഷ്ടം. അത് ആ സംസാരിക്കാൻ പറ്റുമോ? അവർ സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് സംസാരിക്കാവോ? അല്ല സംസാരിക്കേ. ഞാൻ എന്താ സംസാരിക്കേ? ഞാനെന്ത് ചെയ്യാനാ? ഇവിടെ ആരെയും കാണുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്ന എന്തേ? ഇവിടുത്തെ മറ്റേ അല്ല പുള്ളി എന്തേ? അല്ല നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്ത ആളെന്തേ? ഇവിടെ അഞ്ഞു വന്ന് ഇവിടെ അഞ്ഞു വന്ന് ചേട്ടാ വന്നേ. ഇഞ്ഞോ ചോദിക്കട്ടെ, ഞങ്ങളിവിടെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ? ഇങ്ങോട്ട് വാ. നിങ്ങൾ ജെന്യൂനായിട്ട് സംസാരിച്ചോ? മോശമായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഞങ്ങൾ എന്താ ചെയ്തത്? എന്നെ ആരാ ഇവിടെ വിളിച്ചത്? അപ്പൊ ഇവർക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം?
ഒരു മിനിറ്റ്. ആ അനിപ്പോ എന്താ നിങ്ങളുടെ സ്പേസ് നമ്മൾ വന്നില്ലല്ലോ. എടാ നിങ്ങളുടെ സ്പേസ് എടുത്തോ, നിങ്ങളുടെ സ്പേസ് എടുത്തോ. ഒരു മിനിറ്റ്, ഇവരുടെ സ്പേസ് എടുത്തോ. നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കും. ഞാൻ പിന്നെ നിങ്ങൾ തേങ്ങയും പിടിക്കൊണ്ടിരിക്കുന്ന സംസാരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന ഇവിടെ. ഇത് ഇട്ടാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ എന്നാ പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവിടും. എന്നാ പിന്നെ കൊണ്ടുവിടും ഇവിടെ. ഉച്ചോട്ട് നിനക്കൊക്കെ ജോലി ഇല്ലാതിരിക്കുന്നടാ. നീ എന്നെ കാണണ്ട, നീ എന്നെ കാണാരി എന്തുവാ, നീ എന്നെ കാണാരി എന്തോ. ചേട്ടാ ചേട്ടാ സംസാരിക്കും, സംസാരിക്കും, സംസാരിക്കും. സംസാരിക്കാൻ പറ്റുമോ? എന്നാ പറ. അല്ല സംസാരിക്കും, സംസാരിക്കും. ഹലോ അല്ല ഒരു മിനിറ്റ്. നീയൊക്കെ എന്നെ കണ്ടു കാണത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല. അതെനിക്ക് അറിയണ്ട, അതെന്റെ വിഷയമല്ല, അതെന്റെ വിഷയമല്ല. ഇവന്മാർ സംസാരിക്കും, ഇവരുടെ സംസാരിക്കും, ഇവരുടെ സംസാരിക്കും, ഇവരുടെ സംസാരിക്കും, ഇവരുടെ സംസാരിക്കും. ആ ഞാൻ പുറത്തുനിന്ന് വന്നേ, ഞാൻ പുറത്തുനിന്ന് വന്നേ. ഇവർ സംസാരിക്കും. ചേട്ടാ ഇവിടെ ഇഞ്ഞോ ഇഞ്ഞോ ഇഞ്ഞോ. ഇപ്പുറത്തില്ല, 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 ഇപ്പുറത്ത് സംസാരിക്കും, സംസാരിക്കും. അവര് വെളിയിൽ നിന്ന് നിങ്ങൾ വിളിച്ചിട്ട് വന്നേ. നിങ്ങളുടെ അമ്മക്കോട് ആൻസർ നിങ്ങൾ തരണം. നിങ്ങൾ എന്തോ ആ ടേബിളിനകത്ത് എന്തോ ഇരിക്കുന്നത്? ആ ടേബിളിനകത്ത് ഒരു ഭക്ഷണം ഒന്നുമില്ല, വെറും ഗ്ലാസ് ഇരിക്കുന്ന അവിടെ. പച്ചവെള്ളം കുടിച്ചിട്ട് എത്രയും ഭക്ഷണം ഇരിക്കല്ലോ അവിടെ. എന്തുവാ സംസാരിക്കും, സംസാരിക്കും. നീയൊക്കെ ഇത്രയും സംസാരിച്ചല്ലേ. ഈ സാമാനം ഞാൻ കഴിച്ച് അത് മൊത്തം കവിട്ടിക്കളഞ്ഞ അവിടെ. ഞാനിപ്പോ വരുവാ ഇവിടെ. 2 വർഷം ഇവിടുന്ന് കഴിക്കുക. ഫാമിലി ആയിട്ടും വരും, ഫ്രണ്ട്സ് ആയിട്ടും വരും, എല്ലാം സെറ്റ് ആണ്. ഇവിടെ ഇന്ന് ഇത് ഫുഡിനെ കുറിച്ച് ഞാൻ ഫുഡിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ സാധനം അത് നിങ്ങളാ കഴിക്കുന്നത്, ഞാനല്ല. ആണോ? ഞാൻ വേറെ വല്ലതും കഴിച്ചോ ഇവിടുന്ന്? പറ, ഒന്ന് മുന്നോട്ടോ, മുന്നോട്ടോ, മുന്നോട്ടോ. ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹലോ ഹലോ, പൈസ കൊടുക്കണോ വേണ്ടേ? പൈസ കൊടുക്കണോ വേണ്ട ഞാൻ തീരുമാനിക്കും കേട്ടോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എനിക്ക് നിങ്ങൾ ഇത് കഴിച്ചില്ലേ? ഇത് കഴിച്ചില്ലേ? ഇത് കഴിച്ചില്ലേ? എന്നിട്ടോ കഴിച്ചല്ലേ? കഴിച്ചല്ലേ? കഴിച്ചാ ഇവിടെ ഇവനെ ഏതാ ഇത്? ഇവിടെ ഇത് എത്ര എണ്ണോടെ വരുന്നത്? ഇമാര് എത്ര? ഇവിടെ നിങ്ങൾ സംസാരിക്കണേ, ഇത് നിങ്ങൾ സംസാരിക്കാനിത്. നിങ്ങൾ രാവിലെ 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 തന്നെ രാവിലെ തന്നെ രാവിലെ തന്നെ. എടാ ഞാൻ കഴിക്കും, ഞാൻ കുടിക്കും, ഞാൻ വരും. നിനക്ക് എന്താ വേണോടാ? ആ പിന്നെന്താ വേണം? ആ ഞാൻ ഉണ്ടാക്കും. നീ ആരാടാ സംസാരിക്കും? ഇതെന്തോ സംസാരിക്കും? അല്ലയാ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് വ്ളോഗ് എടുക്കുക. നീയാണോ വിളിച്ചേ? നീയാണോ വിളിച്ചേ? നീ കേട്ടോ, നീയാണോ വിളിച്ചേ? നീ ഞാൻ വിളിച്ചേ. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അല്ലയാ ഞാൻ ഇത് കഴിച്ച്, ഞാൻ ഇതെല്ലാം എടുത്ത് ഞാൻ ഇവിടെ സംസാരിച്ചു. ഇമാർക്ക് എന്താ കുഴപ്പം? നീ അവിടെ ഇരിക്കുമല്ലായിരുന്നോ? ആ അതുകൊണ്ട് അല്ലല്ല ഇയാളഞ്ഞോ, നിങ്ങളഞ്ഞോ, നിങ്ങളഞ്ഞോ, നിങ്ങളഞ്ഞോ. ആരാ? ഇത് എന്റെ ഫ്രണ്ടാ, നിങ്ങളുടെ ആരാന്ന് എനിക്കറിയത്തില്ല. എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടാണ്. നമ്മൾ 2 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കും. നമുക്ക് എടാ ഇപ്പൊ നിനക്കിപ്പോ എന്തോ വേണോടാ? എന്നെ അടിക്കണോ? എന്നെ അടിക്കണോ? അടിക്കണോ? നിനക്കെന്നെ അടിക്കണോ? നിനക്കെന്നെ അടിക്കണോ? പിന്നെന്തോ? പിന്നെന്തോ? എടാ നീ സംസാരിക്കണേ, വാ തുറന്ന്. നീ വാ തുറന്ന് സംസാരിക്കണേ. ചുമ്മാ പറ. ഞാൻ ഇത് സംസാരിച്ച എനിക്കിത് വാള് വെച്ച് ഞാനിത് ഇത് കഴിച്ച വാള് വെച്ച്. നീ സത്യം പറ, ഞാൻ ഇത് കഴിച്ചപ്പോഴാണ് വാള് വെച്ചത്? നീ പറ. ആണല്ലോ വാള് വെച്ച. അപ്പൊ നീ അന്നേരം എന്ത് ചെയ്യണം? ഇതെന്തിനാ വാള് വെച്ച്? ഇവരോട് ചോദിക്കണ്ട എന്താണ് അത്ര തീർത്തേന്ന്. നീ ഇത്ര നാളോടെ കഴിക്കുന്നല്ലോ. അപ്പൊ ഞാൻ വെള്ളടത്തുനിന്ന് വന്നതാ. ഞാൻ കഴിച്ച വാള് വെച്ചല്ലോ. എനിക്കറിയത്തില്ല. ഇവന്റെ ചോര്, ഇവന്റെ ചോര്, ഇവന്റെ ചോര്. നിങ്ങള് ബ്ലോഗർമാരെ മെയിൻ കാര്യമാണ് ഈ സെറ്റപ്പ്. പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ. നമുക്ക് തരുന്നല്ല. നീ കഴിച്ചു നോക്കടാ. എന്നില്ല അവൻ കഴിച്ചു നോക്കട്ടെ, അവൻ കഴിക്കട്ടെ. നീ കഴിച്ചു നോക്ക്. കഴിയടാ, കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. ഞാൻ അവിടെ രാവിലെ ഇമാതിരി പേലൻ്റെ അടുത്ത് കാണിക്കില്ല കേട്ടോ. എന്നെ വിളിച്ചിട്ട് ആശാപിക്കുന്ന രീതി കാണിക്കല് കേട്ടോ. ആ ആടാ നീ പറ, ഇനി നീ പറ, നീ പറയടാ, പറയടാ. ആ കണ്ടോ,
ഞാൻ പറഞ്ഞ കള്ളത്തരമാണോ? ആണോ? എന്താ സുമ ഇത്? പറടാ, ഞാൻ ഇനി പറ, ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഇനി നീ എന്നെ വേണമെങ്കിൽ അടിച്ചോ, ഇനി എന്നെ വേണമെങ്കിൽ അടിച്ചോ. സുമ ഇതിനൊരു മറുപടി ആണ്. കാര്യം എൻ്റെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണുന്നതായിരിക്കും. ചേട്ടാ ഇത് മോശമാണ് കേട്ടോ. എടാ അളിയാ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഇത് കഴിച്ച് ഞാൻ വൊമിറ്റ് ചെയ്ത് അവന്മാർ രണ്ടുകൂടെ കഴിച്ചാണ്ട് അമർച്ചു. ഞാൻ പറയുന്നത് അമർത്ത് വെച്ച് നോക്ക്. എടാ ഇത് ഉണ്ടാക്കിയ ആരാ? സുമൻ പറ. ഇതാടുത്ത ചേട്ടൻ കഴിച്ചു നോക്ക്. ഇത് അല്ലല്ല, ഇത് മാത്രം ഇതാ കഴിച്ചപ്പോഴാണ് എനിക്ക് വന്നത്. കഴിച്ചു നോക്ക്. ഇത് നീ കഴിയടാ, നീ കഴി. എങ്ങനെയുണ്ട്? ആ എങ്ങനെയുണ്ട്? അന്നാ കൊണ്ടുപോയി കഴിപ്പോ, നിങ്ങളുണ്ടേ കഴി. കാര്യം എന്തുണ്ട് രാവിലെ പറ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്നിട്ട് പോലും ഞാൻ ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ? ദോണ്ടേക്കുന്നു സുമ. ഇതിനെന്തെങ്കിലും മറുപടി പറ. ഇതിനകത്ത് എന്താ ആഡ് ചെയ്തേ? ചെയ്തെന്ന് പറ. കറണ്ട് കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു വെട്ടത്തെ തന്നെ സംസാരിക്കുക. എന്താ ആഡ് ചെയ്ത് അത് പറ. നോർമല് എല്ലാവരും മൊബൈൽ ഒന്ന് ഓണാക്കാം പ്ലീസ്. ചേട്ടാ അതാണ്ട് അടുത്ത ആള് കൊള്ളത്തിൽ ഓണർ തോ പോയി. ഒരു ഓണർ വേണ്ട, ഒരു ഓണർ അവിടെ. കഴിച്ചു നോക്ക്. നിങ്ങൾ കഴിച്ചു നോക്ക്. ഫിഷ് കഴിക്കത്തില്ല ബ്രോ, ഒന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ടെന്ന് പറ. സുമൻ പറ എങ്ങനെയുണ്ട്? ആ വെട്ട ഇവന്റെ മുഖത്തോട്ടൊന്ന് അടിക്കണേ. ഇവന്റെ മുഖത്തോട്ടൊന്ന് അടി. കഴിച്ചേ നീ കഴിച്ചിട്ട് പറയടാ. ആ പറ. യു തിങ്ക് ബാഡ് ആണോ? സംതിങ് ബാഡ്. അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് കണ്ട ഉച്ചോട്ടെ കഴിക്കുകയാണ്. ആ ഓക്കെ ആയിരുന്നു. ഇതിലെന്തോന്നാണ് സെറ്റ് ചെയ്തേക്കുന്നത്? അത് ടേസ്റ്റ് കൂടാൻ വല്ലതും ചെയ്താ നിങ്ങള്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക, ഇമാതിരി ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കല്ലോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി സാധനമായിരുന്നു. ഇത് നിങ്ങൾക്ക് തന്നൊരു പ്രാങ്ക് എല്ലാവരും ചേർന്നാണ് കേട്ടോ. ഇത് ഗ്രീൻ പെപ്പറിലെ ഒരു ചെറിയ പ്രാങ്ക്. ഇതോ ചവച്ചിറക്കുന്ന ടെൻഷൻ പടാ നെഞ്ചിടത്ത് ഇരിക്കുന്ന കേട്ടോ. ഉഗ്ര സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് എന്തോ ചവയ്ക്കുന്നത്? എന്തോ ചവയ്ക്കുന്നേ? ഫിഷാണോ ബൂമറാണോ? സൗണ്ട് വെളിയിലേക്ക് വരുന്നില്ല. ആരെ? അശ്വിൻ എവിടെ? ഇത് താങ്ക് യു സോ മച്ച് കേട്ടോ. നിങ്ങളെ അറിഞ്ഞു പോലും ഉടക്കാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് വേറൊരാൾ വന്നില്ല. അവൻ എന്ത് നീ എവിടെ നീ കഥയിലേ ഇല്ല. നീ എങ്ങനെ വന്നടാ? ഈ കഥയിലേ വരില്ല. അല്ലെ രാവിലെ ഇപ്പുറത്ത് വാ. നിങ്ങളെല്ലാം ഇപ്പുറത്ത് നമുക്ക് എല്ലാവരും നേരെ നിന്നിട്ട് ചേട്ടാ വാ. എല്ലാവരും ഇതായിക്കോട്ടെ, വെട്ടം ഇതായിക്കോട്ടെ, കുഴപ്പമില്ല. വെട്ടം അടിച്ചോ. എന്ത് എല്ലാവരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഞാനിതാ നമ്മുടെ സുമൻ ഇതുവരെ ടെൻഷൻ മാറിയിട്ടില്ല എന്നുള്ളതാണ്. സുമ കണ്ണീരൊക്കെ വരുന്ന കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീര് വരുന്നുണ്ടോ? ഇപ്പൊ എന്താ ഫീൽ ചെയ്ത ആ നിമിഷം? ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു നോക്കട്ടെ. അല്ല എന്റെ ഒരു ഇതില് ആഹാരം കഴിച്ച് പെട്ടെന്ന് ആരും വൊമിറ്റ് ചെയ്യാറില്ല. ഡൈജസ്റ്റ് ആവണോ അത്? മാക്സിമം 2 മണിക്കൂർ. ഒരു മണിക്കൂർ ഇല്ല നോർമലി അങ്ങനെയാണ്. അത് അതിന്റെ പേരാണ് ഫുഡ് പോയിസൺ ഉണ്ടാവത്തുള്ളൂ. പെട്ടെന്ന് ഒരാൾ എങ്ങനെ 2 മണിക്കൂർ കോമഡി പറഞ്ഞേ. ഇല്ല ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ഫുഡിൽ അതുവരെ കംപ്ലൈന്റ് പറഞ്ഞു. ഫുഡിന്റെ കാര്യമെല്ലാം പറഞ്ഞു, വേറെ പറഞ്ഞത്. അപ്പൊ എന്താ ഫീൽ ചെയ്ത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരോടും പറഞ്ഞപ്പോ? പല ചെറിയായിട്ട് വിഷമം തോന്നുന്നു. ചെറുതായിട്ടൊന്നുമില്ല, തലയാട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പം ഏതാ എനിക്കും വിഷമമായിരുന്നു. എന്നെ ഇതിന്റെ ഇടയിൽ പിടിച്ചു നിർത്തിയില്ലേ? അപ്പൊ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെ പേര് എനിക്കറിയാം. നിന്റെ പേര് പറഞ്ഞാ? സജിൻ. മിസ്റ്റർ കേരളയാണ്. അല്ല അത് ഇതിന് ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടി വെച്ചതാണ്. മിസ്റ്റർ കേരളയാണ്. 2024 മിസ്റ്റർ കേരളയാണ്. മിസ്റ്റർ ട്രിവാൻഡ്രമാണ്.
രഞ്ജിത്ത്, ഞാൻ ഇപ്പൊ HSC വർക്ക് ചെയ്യുന്നു. നടനാണ് ഇവന് ചെറുതല്ല, ഒരു ബ്ലോഗറാണ്, ഇവന് പേജ് ഉണ്ട്, ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിന്റെ പേജ് പറഞ്ഞേ. കാൾമി രഞ്ജു. നീ ഇത് ആരെ ഉദ്ദേശിച്ചാണ് ഇട്ടത്? അപ്പൊ നീ നമ്പരോട് തരണം, ഞാൻ ഇടുമ്പോ നിന്നെ വിളിക്കണ്ടേ? നിങ്ങളുടെ പേര് പറഞ്ഞേ. ഞാൻ വീണ്ടും അശ്വിൻ. വീണ്ടും അശ്വിൻ അല്ലേ ഇതിനകത്ത് പറ? അശ്വിൻ. വീണ്ടും അശ്വിൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഓണറാണ്, അദ്ദേഹം പുറത്തായിരുന്നു. പിന്നെ ഇവനെ ഞാൻ പറയുന്നില്ല, രാഹുൽ. പിന്നെ അയ്യോ കഷ്ടപ്പെടുത്തുക. പിന്നെ ഇടയ്ക്ക് വന്നവൻ എന്ത് ചെയ്യടാ? അവൻ എന്ത് ചെയ്യും? എടാ മൊബൈൽ പിടിച്ചേടാ, നീ വാ, ഇവിടെ വാ. ഞാൻ അല്ല, ഇവൻ വന്നപ്പോ ഞാൻ ഒറിജിനലാന്ന് വിചാരിച്ചടാ. അല്ല ഇത് സ്ക്രിപ്റ്റില്ലാത്ത ഒരാളാണ്, എന്റെ ഫ്രണ്ടാണ്, റഷ്യന്ന് വന്നതാണ്, ഡോക്ടറാണ്. ഒരുമാതിരി ചെയ്ത്തായിപ്പോ ഞാൻ. അല്ല ഇവൻ എന്റെ സ്ക്രിപ്റ്റിൽ ഇല്ല. ഇവ ഓടി വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഒറിജിനലായിട്ട് മാറി ചെയ്യുവാന്നോന്ന് വിചാരിച്ചു. ഞാൻ പേടിച്ചു, ഇവനെ കണ്ട് നല്ലല്ല, ഞാൻ പേടിച്ച്. അപ്പൊ വിയർക്കുന്ന ആളാലും കാണുമല്ലോ. ആണോ? അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അളിയ. ഈ ഗ്രീൻ പെപ്പർ നമ്മുടെ അടിപൊളി. ഞാൻ കഴിക്കാൻ പോകും, മൊത്തം നമ്മളെല്ലാവരും തീർക്കാൻ പോവാം. നമ്മള് അല്ല ബ്ലോഗറെല്ലാം വേണം. ഇനിയാണ്ട് ആക്ടിങ് കുറച്ചില്ലാവും. അല്ല വളരെ സന്തോഷമുണ്ട്. കാര്യം എൻ്റെ പേജ് പോയെങ്കിലും തിരിച്ചു വരാനുള്ള ഒരു പ്രയത്നത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒരു ഹാക്കർ കയറി എല്ലാം കൊണ്ടുപോയി. 2 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി. വെറും 500 ഉള്ളൂ. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗ്രീൻ പെപ്പർ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകണം അല്ലേ? നമ്മുടെ വർക്കലയിൽ ഇന്ന് ഇവിടെ വന്നതല്ല. അതെ. അല്ല അത് മാത്രമല്ലടാ, ഈ വർക്കലയിൽ അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗ്രീൻ പേപ്പർ. കാര്യം ക്ലിഫിലേക്ക് പോകുന്നവർക്ക്, ഹെലിപ്പാഡിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ പെരുങ്കുളത്ത് നമ്മുടെ ഗ്രീൻ പേപ്പറിൽ വരിക. ഞാൻ എൻ്റെ ഇതിനകത്തോടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ മാപ്പും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. റെസിപ്പീസ് ഉൾപ്പെടെ ഞാൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു പേജ് അല്ലെങ്കിൽ എൻ്റെ ആങ്കർ എന്നുള്ള പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നിങ്ങൾ കമൻ്റ് ഇടുക, പിന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ അവൻ്റെ കാൾമി രഞ്ജു അവനെ കൂടെ നോക്കി വെച്ചോ. അപ്പം എന്നാ പോകുന്നത് തിരിച്ച് കഴിഞ്ഞു. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, ഹാപ്പി. അപ്പം ആങ്കർ വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. സബ്സ്ക്രൈബ് പ്ലീസ്. ഏതാ ആങ്കർ ബ്ലോഗർ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അതെ ആങ്കർ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ഗ്രീൻ പെപ്പറിൽ വരിക, അതെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക. അതെ ആംബിയൻസ് നോക്കാൻ പറ. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബീച്ച്, റൂം, റെസ്റ്റോറന്റ്. അതെ ഗ്യാരണ്ടി. ഒരു 180 പേർക്ക് വൈബ്, DJ ഒരു നോക്കുക. 180 പേർക്കോളം വന്നിരുന്ന് ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ചെറിയ ബർത്ത്ഡേ പാർട്ടീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ വെഡ്ഡിങ്ങിന് മുമ്പായിട്ടുള്ള നിങ്ങളുടെ ഒരു ചെറിയൊരു പ്രീ വെഡ്ഡിംഗ് ഒക്കെ കാണത്തില്ലേ, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ഓൾ ഗ്രീൻ പെപ്പർ അടിപൊളി.